മുല്ലപ്പെരിയാറിൽ പുതിയ ഡാമിന് അനുമതി നൽകില്ലെന്ന് തമിഴ്നാട് സർക്കാർ നയപ്രഖ്യാപനത്തിലാണ് നിലപാട് ആവർത്തിച്ചത്. ഡാമിലെ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തുമെന്നും തമിഴ്നാട് സർക്കാർ വ്യക്തമാക്കി. സഭയിൽ 2 തവണ ദേശീയഗാനം പാടിയതിനെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അഭിനന്ദിച്ചു. തമിഴ്നാട് നിയമസഭയുടെ കീഴ്വഴക്കം കേന്ദ്രത്തിനു വേണ്ടി ടി.വി.കെ മാറ്റിയെഴുതിയെന്ന് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ കുറ്റപ്പെടുത്തി. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാനുള്ള കേരള സർക്കാർ ശ്രമങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ് തമിഴ്നാട്. 2014 സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഡാമിലെ ജലനിരപ്പ് ഉയർത്തും. അറ്റകുറ്റപ്പണികൾക്ക് ശേഷം 152 അടിയാക്കി ജലനിരപ്പ് ഉയർത്താനാണ് ശ്രമമെന്നും നയപ്രഖ്യാപനം വ്യക്തമാക്കുന്നു. The Mullai Periyar Dam is the lifeline of people of southern districts. In 2014, the Supreme Court ordered that the water level of the Mullai Periyar Dam may be raised to 142 feet and also advised that its water level may be raised further to 152 feet. കേന്ദ്രത്തിനെതിരായ നയപ്രഖ്യാപനത്തിൽ വിമർശനവും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വായിച്ചു. ത്രിഭാഷാ നയവുമായി കേന്ദ്രവിഹിതത്തെ ബന്ധിപ്പിക്കുന്നത് അംഗീകരിക്കില്ല. ദ്വിഭാഷാ നയം തുടരും. ദേശീയ വിദ്യാഭ്യാസ നയത്തെ ശക്തമായി എതിർക്കും. മദ്രാസ് ഹൈക്കോടതിയിലും മധുര ബെഞ്ചിലും തമിഴിൽ വാദം നടത്താൻ അംഗീകരിക്കണമെന്നും നയപ്രഖ്യാപനത്തിലുണ്ട്. വന്ദേമാതര വിവാദം അവസാനിപ്പിക്കാൻ തമിഴ് തായ് വാഴ്ത്ത് പാടിയാണ് സഭ ആരംഭിച്ചത്. തുടർന്ന് ദേശീയഗാനവും പാടി. സർക്കാരിന്റെ നിലപാട് മാറ്റത്തെ അഭിനന്ദിച്ച് ലോക്ഭവൻ രംഗത്തെത്തി. 2 തവണ ദേശീയഗാനം ആലപിച്ചത് ചരിത്ര സംഭവം. ജനാധിപത്യത്തിന്റെ പവിത്രത കാത്തുസൂക്ഷിക്കുന്നതാണ് ടി.വി.കെയുടെ നിലപാടെന്നും ഗവർണർ എക്സിൽ കുറിച്ചു. നിലപാട് മാറ്റത്തിൽ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. സഭയിൽ ആദ്യം തമിഴ് തായ് വാഴ്ത്തും സഭ പിരിയുമ്പോൾ ദേശീയഗാനം പാടുന്നതുമാണ് പതിവ്. ഇന്ന് 2 തവണ ദേശീയഗാനം പാടിയെന്നും ഇത് കേന്ദ്രത്തെ പ്രീതിപ്പെടുത്താനാണെന്നും ഉദയനിധി സ്റ്റാലിൻ കുറ്റപ്പെടുത്തി. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.